ഹായ് ഓൾ, ദിസ് ഇസ് ലാസ്റ്റ് മൺഡേ മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ലോങ് വീഡിയോ ഫ്രം ദ നെറ്റോസ്. ഇന്നലെ ഒരു ദിവസം വീഡിയോ വരാതിരുന്നത് പനി എന്നെ അങ്ങ് കീഴ്പ്പെടുത്തി കളഞ്ഞതുകൊണ്ടാണ് കേട്ടോ. ഞാൻ അലാം കേട്ട് എണീറ്റാൽ ആദ്യം ചെയ്യുന്നത് ബാക്കിയുള്ള അമൃതം എല്ലാം കൂടെ കുപ്പിയിലാക്കി അവൻ അങ്ങ് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി അവൻ കുറേ നേരം കിടന്നുറങ്ങും. പണികളൊക്കെ, അതായത് കിച്ചണിലെ പരിപാടികളെല്ലാം തീരുന്നത് വരെ അവൻ അങ്ങനെ കിടന്നുറങ്ങിക്കോളും. എൻ്റെ ഉറക്കമാണെങ്കിൽ തീർന്നിട്ടുമില്ല. വെക്കേഷൻ കഴിഞ്ഞിട്ട് ഈ ഒരു മൂഡിലോട്ട് ഞാനോ എൻ്റെ ബോഡിയോ ഇതുവരെ കറക്റ്റായിട്ട് എത്തിയിട്ടില്ല. ഞങ്ങൾ തമ്മിൽ ചെറിയൊരു മൽപ്പിടുത്തമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അലാമിനൊപ്പം എനിക്ക് എണീക്കാനും പറ്റുന്നില്ല. എണീറ്റ് കഴിഞ്ഞാൽ പഴയ പോലെ ഓടി അങ്ങോട്ട് കിച്ചണിൽ കയറി ഷടപടയുന്ന പണികൾ തീർക്കാനും പറ്റുന്നില്ല. എല്ലാത്തിനും ഓരോ ലാഗ് പോലെ. ഈ വെക്കേഷനിൽ മൊത്തത്തിലങ്ങ് സ്ലോ പേസ് പിടിച്ചു പോയതുകൊണ്ട് ആ ഒരു സ്പീഡ് ഇനി ആയി വരണം. ഈ അക്കാഡമിക് ഇയറിലെ സ്കൂളിലെ ആദ്യത്തെ ഇവൻറ്റ് ഇന്നാണ് നടക്കുന്നത്. റീ ഓപ്പണിംഗ് ഡേ ഒരു ചെറിയ സെറിമണി ആയിട്ടല്ലേ നമ്മൾ നടത്തുന്നുള്ളൂ. എൻവയോൺമെൻ്റൽ ഡേയുടെ സെലിബ്രേഷനും അതിൻ്റെ പോസ്റ്റർ കോമ്പറ്റീഷനും കളറിംഗ് കോമ്പറ്റീഷനും ഒക്കെ ഈ മൺഡേ ആണ്. നമ്മൾ 4-ാം തീയതിയാണ് സ്കൂൾ തുറന്നത്. അന്ന് വിദ്യാഭ്യാസ ബന്ധമായതുകൊണ്ട് തന്നെ അത് ഹാഫ് ഡേ ആയിരുന്നു. LKGയിലും UKGയിലും ഒക്കെ വന്ന ആൾക്കാർ കരഞ്ഞങ്ങോട്ട് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്ക് എന്തായാലും നമ്മൾ സ്കൂൾ വിട്ടു ഉച്ചയ്ക്ക്. പിന്നെ അതിൻ്റെ ബാക്കി കരച്ചിൽ തേഴ്സ്ഡേ കൊണ്ടാണ് അവർ കരഞ്ഞു തീർത്തത്. അപ്പോൾ വരുന്നതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ കോമ്പറ്റീഷനാണെന്നും പറഞ്ഞ് പേപ്പറും ക്രയോൺസും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു പരിപാടിയും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് എൻവയോൺമെൻ്റൽ ഡേയുടെ കോമ്പറ്റീഷൻസ് ഒക്കെ മാറ്റി ഈ ഒരു തിങ്കളാഴ്ചത്തേക്ക് വെച്ചത്. എനിക്കിങ്ങനെ എപ്പോഴത്തെയും പോലെ നിർഗ്ഗളമായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇടയ്ക്ക് ബ്രീതിങ്ങിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അത് എൻ്റെ ഈ ഒച്ചയിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നിങ്ങൾക്ക് ആ വലിവും കൂടെ കേൾക്കാൻ പറ്റും കേട്ടോ. കുക്കു സാറിന് ലഞ്ച് കൊണ്ട് പോകേണ്ടത് കൊണ്ട് തന്നെ ഞാൻ ആദ്യം അരി അങ്ങ് കുക്കറിലിട്ടു. ഒരു ഗ്ലാസ് നിറയെ അരിയാണ് ഇവിടെ എടുക്കുന്നത്. ഉച്ചക്കത്തേക്ക് മാത്രം മതിയല്ലോ. കിച്ചണിലെ മെയിൻ ലൈറ്റൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ഈ 2 സ്ട്രിപ്പ് ലൈറ്റ്സ് മാത്രമേ ഇപ്പോൾ ഓൺ ചെയ്തിട്ടുള്ളൂ. ആ ഒരു വെട്ടം മതി. ഞാനും കിച്ചനും ഒക്കെ ഇങ്ങനെ പതുക്കെ ഉണർന്നു വരുന്നതേ ഉള്ളൂ. പാതി ഉറക്കത്തിലായി സംഭവങ്ങളൊക്കെ നടക്കുന്നത്. പിള്ളേർക്കായിട്ടുള്ള പാലും ദേ കാച്ചാനായിട്ട് വെച്ചിട്ടുണ്ട്. വീഡിയോസ് ഏതോ ഒരു സ്പീഡ് റേഷ്യോ പറഞ്ഞിട്ട് ആ സ്പീഡിൽ എടുക്കുമെന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു. എനിക്ക് വീഡിയോ ഫുൾ അങ്ങനെ സ്പീഡാക്കുന്നത് ഇഷ്ടമല്ല. അത് പഴയ വെഡ്ഡിങ് കാസറ്റ്സൊക്കെ നമ്മൾ അടിച്ചു വിട്ട് കാണുന്നതാണെങ്കിൽ ഇരിക്കും. ഇടയ്ക്ക് ചില കാര്യങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പാത്രം കഴുകുന്നതാണെങ്കിൽ ഒരു ഏകദേശം ഒരു 5 മിനിറ്റോളം ഉണ്ടാകും. അപ്പോൾ അത് അത്രയും ലാഗായിട്ട് കാണിക്കണ്ടല്ലോ. അപ്പോൾ അവിടെ മാത്രമേ ഞാൻ സ്പീഡ് കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് ഒരുപാട് ലാഗാണെന്ന് തോന്നുന്നിടത്ത് ഞാൻ ഇച്ചിരി സ്പീഡിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ആഡ് ചെയ്തേക്കാം. എല്ലാം അങ്ങനെ ചെയ്യാനായിട്ട് എനിക്ക് തൽക്കാലം തോന്നുന്നില്ല. എനിക്കങ്ങനെ കാണുമ്പോൾ വളരെ ആർട്ടിഫിഷ്യലായിട്ട് തോന്നും. പിള്ളേരുടെ പാലിലേക്ക് ഇതേ ബൂസ്റ്റ് ഇട്ട് കൊടുത്തു. എന്നത്തെയും പോലെ ഇന്നും പാല് തിളപ്പിച്ച് കളഞ്ഞു. ഏതോ സിനിമയിൽ പറയുന്ന പോലെ കണ്ണെത്തുന്നിടത്ത് കൈ എത്തുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. പിന്നെ ഗ്യാസിൻ്റെ പുറകോട്ട് വൃത്തിയാക്കാതെ എനിക്ക് വേറൊന്നും ചെയ്യാൻ തോന്നത്തില്ല. അതുകൊണ്ട് അവിടെയൊക്കെ ഞാൻ അപ്പോഴും തന്നെ അങ്ങ് ക്ലീൻ ചെയ്തു. എന്നിട്ട് കെറ്റിലിൽ ബോട്ടിൽ സ്റ്റെറിലൈസേഷനും കാപ്പിക്കും ഒക്കെയുള്ള വെള്ളം വെച്ചു. ഇന്ന് മൺഡേ ആയതുകൊണ്ട് തന്നെ ആലൻ വീട്ടിലുണ്ട്. ആലനുള്ള ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കണം. അല്ലെങ്കിൽ സ്മൂത്തിയോ ഓട്സോ റവ കാച്ചിയതോ ഒക്കെ ആയിട്ടങ്ങ് തട്ടിക്കൂട്ടി പോയാൽ മതി. ആകെ ഓഫുള്ളൊരു ദിവസമാണ്. ബാക്കി ദിവസം മുഴുവൻ കടയിലെ ഭക്ഷണമാണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് അതുകൊണ്ട് ഹോംലി ഫുഡ് ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ നൂഡിൽസ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. കടലയും പരിപ്പും ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറി ഐറ്റംസ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇനി സൂപ്പർ മാർക്കറ്റിൽ പോകണം. എല്ലാ ദിവസവും പോകണമെന്ന് വിചാരിക്കും. വൈകുന്നേരം ഒരു മഴ വന്ന് അതങ്ങ് മടുപ്പിക്കും. അപ്പം നമുക്ക് ഈ കാപ്പിയും കൊണ്ട് കടല കാണാൻ പോവാം. എന്നെപ്പോലെ തന്നെ ഈ കുരിശും മൂടും താങ്ങി തൂങ്ങിയൊക്കെയാണ് നിൽക്കുന്നത്. കണ്ടില്ലേ, ഒരു ഉണർവും ഉന്മേഷമൊന്നുമില്ല. രാവിലെ ആയിട്ട് ഇങ്ങനെ മൂടി കെട്ടി തന്നെ നിൽക്കുക. ഇനി നമുക്കൊരു ചെറിയ ഫ്ലാഷ് ബാക്കിലേക്ക് പോവാം. ഇന്നലെ രാത്രി അമ്മ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഞാനും അമ്മയും കൂടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ 2 പേരും കൂടെ കുറച്ച് മുരിങ്ങയില പിച്ചി വൃത്തിയാക്കി ഇതുപോലെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് റൈറ്റ് നൗ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൺഡേ നൈറ്റാണ്. സൺഡേ ഇവിടുത്തെ എല്ലാവരുടെയും ഡിന്നറൊക്കെ കഴിഞ്ഞ് നിലൂനെ ഉറക്കി കിടത്തിയിട്ടൊക്കെയാണ് ഞാൻ മൺഡേയിലേക്കുള്ള പരിപാടികൾ ചെയ്യുന്നത്. അത് കുറച്ച് കാമായിട്ട് ചെയ്യാനാണ് എനിക്കിഷ്ടം. ഡിന്നറിനൊക്കെ മുമ്പാണെങ്കിൽ എല്ലാം കൂടെ റഷപ്പായി പോകും. അതിൻ്റെ ഇടയിൽ പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കലൊന്നും നടക്കുന്ന പരിപാടിയല്ല. അപ്പോൾ ഈ അരിയലും പിടിക്കലും ഒക്കെ ഞാൻ എല്ലാ പണിയും തീർത്തിട്ടാണ് ചെയ്യാറുള്ളത്. ദാറ്റ് മീൻസ് ഞാൻ ഫ്രഷപ്പായി കഴിഞ്ഞതിന് ശേഷമാണ് ചെയ്യുന്നത്. മീൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടായിരിക്കും കുളിക്കുകയോ മേല് കഴുകുകയൊക്കെ ചെയ്യുന്നത്.
ഫ്രിഡ്ജിൽ നിങ്ങളൊരു വലിയ സ്റ്റിക്കർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മീൽ പ്ലാനറാണ് അത്. പക്ഷേ അതിൽ ഞാനൊന്നും എഴുതാറില്ല. പ്ലാനിങ് ഒക്കെ എൻ്റെ തലവണ്ടിയിൽ തന്നെയാണ്. അപ്പോൾ നാളത്തേക്ക് ഞാൻ തക്കാളിക്കറി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് ലഞ്ചിന്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂഡിൽസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ന്യൂഡിൽസ് അലൻ ഉള്ളതുകൊണ്ട് തന്നെ ഓസ്മാസ് ഇന്ന് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇത്തിരി പച്ചക്കറികളൊക്കെ വേണം, അല്ലെങ്കിൽ എനിക്ക് അലൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. ന്യൂഡിൽസിലൊക്കെ ആണെങ്കിൽ പച്ചക്കറികൾ ഇട്ടാൽ കുക്കൂനും നിലൂനും ഒന്നും അത് എടുത്ത് മാറ്റാൻ പറ്റത്തില്ലല്ലോ. ന്യൂഡിൽസിനോടുള്ള ഇഷ്ടം കൊണ്ട് അത് കഴിക്കുകയും ചെയ്യും. അപ്പോൾ അതിലല്ലേ ഈ പച്ചക്കറി ഇടേണ്ടത് എന്ന് എന്നോട് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്യാരറ്റും ക്യാബേജുമാണ് ന്യൂഡിൽസിൽ ഇടാനായിട്ട് എടുത്തേക്കുന്നത്. ബാക്കി അവിടെ ഇരിക്കുന്ന അത്രയും സാധനങ്ങൾ നമ്മൾ തക്കാളി കറിക്ക് വേണ്ടിയാണ് എടുക്കുന്നത്. അപ്പോൾ അരിഞ്ഞ് വെക്കാനായിട്ട് ഞാൻ നോക്കിയപ്പോൾ കുറച്ചധികം സവാളയും തക്കാളിയൊക്കെ വേണം. ചെറിയ ഡബ്ബ എടുക്കുന്നതിനേക്കാളും ഈ ഒരു ഫ്രിഡ്ജ് കണ്ടെയ്നർ തന്നെ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ പുതിയ ചോപ്പിംഗ് ബോർഡിൽ ഞാൻ ഗജയെന്നും പറഞ്ഞിട്ട് തക്കാളി കറിക്കുള്ള സവാളയും തക്കാളിയും എല്ലാം അരിയുന്നുണ്ട്. പിന്നെ നമ്മൾ മുരിങ്ങയില കുറച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടില്ലേ, അതൊന്ന് മുട്ടയും കൂടി ഇട്ട് ചിക്കി തോരനാക്കി എടുക്കാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ നോൺ വെജ് ഒന്നും ഇല്ലാന്നും വരില്ല, മുട്ടയുണ്ടല്ലോ. ഫിഷും മീറ്റും ഒന്നും ഇരിപ്പില്ല കേട്ടോ. ആകെ ഉണ്ടായിരുന്ന കുറച്ച് ചിക്കൻ എടുത്തിട്ടാണ് ഞാൻ മലായും ഫ്രൈഡ് റൈസും ഒക്കെ സൺഡേ ലഞ്ചിലേക്ക് ആക്കിയത്. അപ്പോൾ ഇതേ തക്കാളിക്കറിക്കുള്ള സകല ഐറ്റംസും പ്ലസ് തോരനുള്ള ഇച്ചിരി സവാളയും കൂടെ ഈ ഒരു കണ്ടെയ്നറിലാക്കി. പിന്നെ ന്യൂഡിൽസിനായിട്ട് കുറച്ച് നീളത്തിൽ തന്നെ അരിഞ്ഞെടുത്തു ക്യാബേജും ക്യാരറ്റും. ഞാൻ ഫ്രഷപ്പ് ആയതിനു ശേഷമാണ് അറിയാൻ തുടങ്ങിയതെന്ന് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുന്നേ കുളിക്കത്തില്ലേന്ന്. അപ്പോൾ ഞാൻ ആ കമൻറ്റ് അങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞു. ഞാനിതിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് രാവിലെ കുളിക്കാൻ പറ്റത്തില്ല. ഐ ഹാവ് എ സീരിയസ് സൈനസ് പ്രോബ്ലം. രാവിലെ കുളിച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരാഴ്ച മെഡിസിൻ എടുക്കേണ്ടി വരും. ഹെഡേക്ക് മാറത്തില്ല, എൻ്റെ നോസിൻ്റെ സൈഡൊക്കെ ബൾജ് ചെയ്ത് വരും. എൻ്റെ ബോഡി അതുമായിട്ട് അങ്ങ് സ്യൂട്ടായിപ്പോയി. ഞാൻ വൈകുന്നേരമാണ് തല നനയ്ക്കാറുള്ളത്, രാവിലെ തല നനയ്ക്കത്തില്ല. തല നനച്ചിട്ട് ഞാൻ വെയിൽ എനിക്ക് ഒട്ടും കൊള്ളാൻ പറ്റത്തില്ല, മൈഗ്രെയിൻ വരും. പ്ലസ് തലയും കൂടെ നനഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നെ പറയണ്ട. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ടാണ് അതിപ്പോൾ എല്ലാവരെയും പറഞ്ഞ് ബോധിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ, വെക്കേഷനൊക്കെ ആയിരുന്നെങ്കിൽ എൻ്റെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത് എല്ലാം കഴിഞ്ഞ് ഞാൻ ബെഡിലേക്ക് പോകുന്നതിന് മുമ്പാണ് ഞാൻ ഫ്രഷപ്പായി മോയ്സ്ചറൈസറൊക്കെ ഇട്ടിട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് പറ്റത്തില്ല. ഈ പറഞ്ഞ പോലെ ഡിന്നറൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ എനിക്ക് അടുത്ത ദിവസത്തേക്കുള്ള കാര്യങ്ങളൊക്കെ കൂടെ ചെയ്ത് കഴിഞ്ഞാലേ പോയി ക്രീമൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ. എൻ്റേതൊരു കുഞ്ഞു കിച്ചൺ ആയതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളായിട്ട് ഒതുക്കി മാറ്റാനാണ് എനിക്കിഷ്ടം. അപ്പോൾ റുട്ടീൻസിൽ അതിനനുസരിച്ച് ചേഞ്ചസും വരും. അപ്പോൾ അതേ തക്കാളി കറിക്കായിട്ടും മുരിങ്ങയില തോരനായിട്ടുള്ള ഓരോ കടായി ഞാൻ വെച്ചിട്ടുണ്ട്. രണ്ടിലും വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചേക്കുന്നത്. അതിലേക്ക് കടുകിട്ട് കടുക് പൊട്ടി വന്നപ്പോഴത്തേക്ക് സവാള ആഡ് ചെയ്ത് കൊടുത്തു, ആവശ്യത്തിന് ഉപ്പും. തോരനായിട്ടുള്ളതിൽ ഒരു ഇത്തിരി സവാള നമ്മൾ ഇന്നലൊരു ചെറിയ ഡബ്ബയിൽ അരിഞ്ഞ് വെച്ചിരുന്നല്ലോ. പിന്നെ അമ്മ തിരികെ വെച്ച തേങ്ങ അങ്ങനെ തന്നെ എടുത്തിട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞപ്പൊടി 2 ഇട്ടു. ജീരകപ്പൊടി തോരൻ്റെ കൂട്ടിലേക്ക് മാത്രമായിട്ട് ഇട്ട് കൊടുത്തു. നമ്മുടെ കിച്ചണിലെ പുതിയ അഡീഷനാണ് എൻ്റെ കയ്യിലിരിക്കുന്ന സിലിക്കോൺ സ്പാറ്റുല. ഇത് ഞാൻ ഓൺലൈൻ മേടിച്ചതാണ് കേട്ടോ. ലിങ്ക് ഞാൻ ഷോർട്സിൽ ഞാൻ ഇന്നലെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു പുതിയ ആൾ വരുമ്പോഴാണ് അയാൾക്ക് ഇരിക്കാനായിട്ട് നമ്മുടെ സ്ഥലം വൃത്തിയാക്കി കൊടുക്കണമല്ലോ. ഇത് ഓൺലൈനാണ്. ഇതിൻ്റെ ഒരു വുഡനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് അന്നേരത്തെ ബഡ്ജറ്റിനനുസരിച്ചാണ് ഞാൻ ഓരോന്ന് മേടിക്കുന്നത്. ഇതിൻ്റെ വുഡൻ നമുക്ക് കിട്ടും, ബട്ട് ഇത് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് തോന്നി യൂസ് ചെയ്യാനും. പിന്നെ മെയിൻ പ്രശ്നം ബഡ്ജറ്റ്, കാശ് കുറഞ്ഞിരിക്കുന്നതൊക്കെ ഞാൻ മേടിക്കാറുള്ളൂ. ആ ഒരു പുതിയ സ്പാറ്റുല വെക്കാനായിട്ടുള്ള വൃത്തിയാക്കലാണ് ഈ കാണുന്നത്. ഇത് സൺഡേ ആണ് കേട്ടോ, അതുകൊണ്ടാണ് എൻ്റെ ഡ്രസ്സിലൊരു ചേഞ്ച്. സൺഡേയിലത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഈ പരിപാടികളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ മാത്രമാണെങ്കിൽ ആ ചെറിയ സ്പാറ്റുല തന്നെ ധാരാളം. ഇവിടെ എല്ലാവരും ഉണ്ടാകുമ്പോൾ മമ്മിയും ഡാഡിയും ചേച്ചിയും പിള്ളേരും ലില്ലിയമ്മച്ചിയും കൊച്ചുവപ്പയും അങ്ങനെ എല്ലാവരും ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ കുഞ്ഞു കരണ്ടിയൊന്നും ആവത്തില്ലല്ലോ. അപ്പോൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഈ ഇരിക്കുന്ന സെറ്റെല്ലാം. ഇതിൽ ആ ഗ്രേയും വുഡൻ ഹാൻഡിലും മറ്റേ വുഡനും എല്ലാം ഓൺലൈനാണ്. ബാക്കി ആ മിസ്ലേനിയസ് ഐറ്റംസ്, അതായത് നമ്മുടെ ഈ സ്പാറ്റുല ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തുള്ളതെല്ലാം റാൻഡമായിട്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ പോയപ്പോൾ കണ്ട് മേടിച്ചതാണ്. അത് കുറച്ച് കളർഫുൾ ആവാനായിട്ട് അങ്ങനെ ഇപ്പോൾ ഞാൻ പല കളറിലുള്ള സാധനങ്ങളാണ് ആ ഒരു ലാസ്റ്റ് കപ്പിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മുരിങ്ങയില കുറച്ചായിട്ടിട്ട് നമുക്ക് ഒതുക്കിയെടുക്കാം. എല്ലാം കൂടി ഇരിക്കത്തില്ല. അപ്പോൾ ഈ ചീനച്ചട്ടിയിൽ സ്ഥലം വരുന്നതനുസരിച്ച് നമുക്ക് പതുക്കെ ബാക്കി ഇലകളെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി നടുക്കൊരിത്തിരി സ്ഥലം ഉണ്ടാക്കി അതിലേക്ക് എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇന്നിപ്പോൾ 2 എഗ്ഗ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നമുക്ക് ഈ നടുക്ക് ഭാഗത്ത് വെച്ച് തന്നെ നല്ലപോലെ ഒന്ന് ചിക്കി ഇളക്കിയിട്ട് അത് പിന്നെ പതുക്കെ ഈ ഇലയിലേക്കൊക്കെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് മുരിങ്ങയില മുട്ടത്തോരൻ റെഡിയായി കിട്ടും. ഇന്ന് എനിക്കും ലഞ്ച് കൊണ്ടുപോകണം. സ്കൂളിൽ ഞാനിപ്പോൾ ഫ്രീ ആവുമെന്ന് പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ വരാനും പറ്റത്തില്ല. മഴയുടെ ഒരു സ്ഥിതിഗതിയൊക്കെ കണ്ടിട്ട് മിക്കവാറും മഴ പെയ്യാനും സാധ്യതയുണ്ട്. തക്കാളി കറിക്ക് വേണ്ടിയിട്ടുള്ള സവാള നല്ല ബ്രൗൺ കളർ ആയപ്പോൾ അതിലേക്ക് പച്ചമുളകും 2-3 വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് പൊടികളായിട്ട് കുറച്ച് നോർമൽ മുളക് പൊടിയും നിറത്തിന് കാശ്മീരി മുളക് പൊടിയും ഒരിത്തിരി പഞ്ചസാരയും ഒരല്പം വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. വിനാഗിരിക്ക് പകരം ഒരിത്തിരി പുളിയും കൂടെ പിഴിഞ്ഞൊഴിക്കാമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നല്ല പഴുത്ത 3 വലിയ തക്കാളി അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. എല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഇത്തിരി വെള്ളം, നിലു വെള്ളം കുടിക്കുന്ന കപ്പിൽ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ച് അത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം.
രാവിലെ പാല് കാച്ചിയത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്നു. അത് ഞാൻ നിലൂനും കുക്കൂനുമായിട്ട് എടുത്തൊഴിച്ചൊക്കെ വെച്ചു. ഇനി വേണം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ ചെയ്യാനായിട്ട്. കുക്കൂൻ്റെ യൂണിഫോമൊക്കെ ഇന്നലെ രാത്രി തന്നെ ഞാൻ തപ്പിപ്പറക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് ഇടുന്നതും എല്ലാം ഞാൻ ഇന്നലെ രാത്രി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉള്ള ദിവസം എനിക്ക് എന്തോ ടെൻഷൻ പോലെയാണ് കേട്ടോ. ചെല്ലണം, ഇതെല്ലാം നടത്തണം, ഫോട്ടോ എടുക്കണം, അത് പോസ്റ്റ് ചെയ്യണം, എഡിറ്റ് ചെയ്യണം. അതിൻ്റെ ഇടയിൽ എനിക്കും ക്ലാസ്സുകളുണ്ടാവും. എനിക്ക് എന്തോ ഭയങ്കര ധൃതി പോലെ. പക്ഷേ ഞാൻ ആകെ പെട്ടുപോകുന്ന സമയമുണ്ടല്ലോ, അത് കറക്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ്. എല്ലാ പണിയും കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്തായിരിക്കും. നിലു അത്രയും നേരം ഉറങ്ങുന്നതാണല്ലോ എനിക്ക് നല്ലത്, അതായത് അടുക്കളയിൽ നിൽക്കുമ്പോഴത്തേക്ക് നല്ലത്. അതുകൊണ്ട് അവൻ അത്രയും നേരം ഉറങ്ങട്ടെ എന്ന് ഞാൻ വിചാരിക്കും. എന്നിട്ട് ഞാൻ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് അവന് പാല് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് പോയി ബോട്ടിലിൽ ഞാനിപ്പോൾ എടുത്ത് വെച്ചിരുന്ന പാലെടുത്ത് കൊടുക്കും. അങ്ങനെ പാല് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അവൻ പൊട്ടി പോവും. അപ്പോൾ പിന്നെ അവനെ കഴുകി ഉടുപ്പൊക്കെ മാറ്റി വരുമ്പോൾ ഒരു നേരമാവും. അല്ല ഉറക്കത്തു നിന്ന് തന്നെ എടുത്തുകൊണ്ട് പോകാമെന്ന് വെച്ചാലും അത് ചില ദിവസങ്ങളിൽ നടക്കാറുമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഓൾറെഡി ഞാൻ ഈ സ്കൂൾ ടൈമിലോട്ട് ഞാൻ എത്തിയിട്ടില്ല. പിന്നെ അമ്മയും കൂടെ പോയത് കറക്റ്റ് ഈ ഒരു എഡ്ജിലായിപ്പോയി. അങ്ങ് സ്കൂൾ തുറക്കുന്നതും അമ്മ പോകുന്നതും എല്ലാം ഒരുമിച്ചായിരുന്നു. എല്ലാം കൂടെ എന്തായാലും ഓട്ടപ്പാച്ചിലാണ്. ഒരു 9 മണിന്ന് ക്ലോക്കിൽ കാണുമ്പോഴത്തേക്ക് നമ്മുടെ പ്രിയം സിനിമയിൽ ചാക്കോച്ചൻ പറയത്തില്ലേ, 8 മണിന്ന് കേൾക്കുമ്പോൾ ഞാനിപ്പോൾ ഞെട്ടുമെന്ന്. അതേ കണക്ക് 9 കാണുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ മനസ്സിൽ ദൈവമേ ഇനിയിപ്പോൾ എന്തൊക്കെയാണോ ആ ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ ഈ വീട്ടിൽ എന്തൊക്കെ ഓടായിട്ട് നടക്കാവോ അതെല്ലാം നടക്കും. ഏതൊക്കെ പാത്രത്തിന് തട്ടി വീഴാവോ അതെല്ലാം തട്ടി വീഴും. കുക്കുവിന് ഞാൻ തലേന്ന് രാത്രി എടുത്ത് വെച്ച ടൈം ബെൽറ്റിൻ്റെയും സോക്സിൻ്റെ ഒക്കെ കൂട്ടത്തുനിന്ന് ഒരു സോക്സ് നടന്ന് എങ്ങോട്ടെങ്കിലും പോകുന്നതാണെന്നാണ് ചില ദിവസം എനിക്ക് തോന്നാറുള്ളത്. അങ്ങനെ ഞാൻ കിടന്നു കൂടും ആ ഒരു സമയത്ത്. അപ്പോൾ പരിഭവങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് കടായിൽ സൺഫ്ലവർ ഓയിൽ, ബട്ടർ ഒന്ന് അലിയിച്ചിട്ട് അതിലേക്ക് പച്ചക്കറികളെല്ലാം കൂടെ ആഡ് ചെയ്തു. കുക്കൂന് കൊടുത്തു വിടാനായിട്ട് നഗറ്റ്സും ഫ്രഞ്ച് ഫ്രൈസും ആ ഒരു ചെറിയ പാനിൽ വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ നൂഡിൽസിൻ്റെ കൂടെ ഞങ്ങൾക്ക് 3 പേർക്കും കഴിക്കാനായിട്ട് ഓരോ ചെറിയ ബുൾസയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ആ പാനും ചെറിയ പാനും ഒക്കെ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ് ഞാൻ ഡിവോഴ്സ് ചെയ്യാത്ത എൻ്റെ മാമി എന്ന് ഞാൻ എപ്പോഴും പറയത്തില്ലേ. അപ്പോൾ സാധനങ്ങൾ ഞാൻ ഓൺലൈനിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഇതിൻ്റെ സൈഡിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് ഈ 3 എഗ്ഗ് ഒരുമിച്ചെങ്ങാവും. അല്ലെങ്കിൽ 3 എണ്ണമായിട്ട് ഞാൻ പൊട്ടിച്ചൊഴിച്ച് ഉപ്പും പെപ്പറും ഒക്കെ ഇട്ട് അതിന് ഞാൻ സമയം കളയേണ്ടി വരും. നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നല്ല രീതിയിലൊന്ന് സോട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമുക്കിനി സോസസ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സോയാ സോസ്, കുറച്ചധികം ടൊമാറ്റോ സോസ്. ഷോർട്സ് വീഡിയോയിൽ ഒരു ദിവസം നൂഡിൽസ് ഉണ്ടാക്കുന്നത്, വൈകുന്നേരം നൂഡിൽസ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ആ ആഴ്ചയും ഈ ആഴ്ചയും തമ്മിൽ ഒരാഴ്ചയുടെ വ്യത്യാസമുണ്ട്. എല്ലാ ദിവസവും ഞാനിങ്ങനെ ഷൂട്ട് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ അതാണ് അങ്ങനെ. ഷോർട്സ് എടുക്കുന്ന ദിവസങ്ങളിൽ രാവിലെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കും, ഇന്ന് ഈ 3 ബിറ്റ് അങ്ങ് ഷോർട്ട് ആക്കണം എന്ന് വെച്ചിട്ട്. അതായത് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കും, ചിലപ്പോൾ ലഞ്ച് എടുക്കും, ചിലപ്പോൾ ഈവനിങ്, ചിലപ്പോൾ ഡിന്നർ. അങ്ങനെ ഒരു 2 ഷോർട്സ് ഒരു ദിവസം എടുക്കും. ഒരു ലോങ് വീഡിയോ എടുക്കുന്ന ദിവസമാണെങ്കിൽ ലോങ് വീഡിയോ മാത്രം എടുക്കും. എന്നിട്ട് ഞാനൊരു ദിവസം റെസ്റ്റ് എടുക്കും. ഷൂട്ടിംഗ് ഇല്ലാത്തൊരു ഡേ ഉണ്ടാവും. ആ ഒരു ദിവസം നിൽക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരിക്കും. ഇതെല്ലാം കൂടെ പോസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്യണമല്ലോ, ചുമ്മാ ഷൂട്ട് ചെയ്തിട്ടാൽ പോരല്ലോ. അപ്പോൾ നൂഡിൽസ് ആഡ് ചെയ്തു. നൂഡിൽസിൻ്റെ അകത്തുള്ള ടേസ്റ്റ് മേക്കറും മസാലയും എല്ലാം കൂടെ ആഡ് ചെയ്തു. വെള്ളം ആദ്യം ഒഴിച്ചിട്ടാണ് കേട്ടോ നൂഡിൽസ് ആഡ് ചെയ്തത്. ആ പച്ചക്കറിയിലോട്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതങ്ങോട്ട് നല്ലപോലെ തിളയ്ക്കുമ്പോൾ ഉപ്മാവ് ചെയ്യുന്ന അതേ പ്രോസസ്സിൽ നൂഡിൽസും ആഡ് ചെയ്തു. ആ മസാലകളെല്ലാം ആഡ് ചെയ്തു. അതവിടെ അടഞ്ഞിരുന്ന് വേവട്ടെ. നമ്മുടെ എഗ്ഗും അവിടെ റെഡിയായി. കുക്കുവിന് കൊണ്ടുപോകാനുള്ള നഗറ്റ്സും ഫ്രഞ്ച് ഫ്രൈസും റെഡിയായി. അപ്പോൾ ഇപ്പോൾ അത് പാത്രങ്ങളിലേക്ക് ഞാൻ മാറ്റുന്നില്ല. ലഞ്ച് ബോക്സിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അത് കഴുകാനുള്ളതല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് ഞാൻ വന്ന് അരിയും അടച്ചിട്ടു. അല്ലെങ്കിൽ ഇനി ചോറ് കുഴഞ്ഞു പോകും. ഞാൻ എടുത്ത് മാറ്റിയത് നിങ്ങൾ കുറച്ച് മുന്നേ കണ്ടിട്ടുണ്ടാവുമല്ലോ. എടുത്ത് മാറ്റി അവിടെ വെച്ചിരുന്നിട്ട് ഒരു 5-10 മിനിറ്റിനുള്ളിലാണ് അരി അടച്ചിടുന്നത്. നൂഡിൽസിൻ്റെ വെള്ളമൊക്കെ വറ്റി സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ എഗ്ഗൊക്കെ എടുത്ത് നൂഡിൽസിലേക്ക് ഇടാം. ഇതെന്തായാലും ഒറ്റ ട്രിപ്പ് പോകാനുള്ളതാണല്ലോ. ഇനി വേണം എനിക്കും കുക്കു സാറിനും കൊണ്ടുപോകാനുള്ള ലഞ്ചൊക്കെ പാക്ക് ചെയ്യാനായിട്ട്. ഞാൻ ഈ ഒരു ചെറിയ ടിഫിൻ ബോക്സാണ് എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് ചോറ്, ഒരു 3 തവിയില്ല, അത് 3 പ്രാവശ്യം എടുത്തതും കൂട്ടിയിട്ട് ആ ഒരു തവിയിൽ ഒറ്റ പ്രാവശ്യം എടുക്കാനുള്ളതേ ഉള്ളൂ. ഇത് ആക്ച്വലി ഡെല്ലയുടെ ടിഫിൻ ബോക്സാണ് കേട്ടോ, സ്മോൾ ആൻഡ് കോമ്പാക്റ്റ്. അപ്പോൾ ചോറ് കുറയ്ക്കാനായിട്ട് നല്ലൊരു ഐഡിയ ആണ്. ഇങ്ങനെ എടുത്തുകൊണ്ട് പോയാൽ അത്രയും ചോറ് തിന്നുമ്പോൾ ഒരു ടിഫിൻ ചോറ് തിന്നൊരു നിർവൃതി ഉണ്ടാവുമല്ലോ. തക്കാളിക്കറിയും മുരിങ്ങയിലത്തോരനും മാങ്ങ അച്ചാറും വിനാഗിരിയിലിട്ട് ഒരു കാന്താരി മുളക്, പിന്നെ ഒരു പപ്പടവും ഇന്നലെ രാത്രി പൊരിച്ചു വെച്ചത്. അങ്ങനെ എൻ്റെ ലഞ്ച് സെറ്റായി. ഇനി കുക്കു സാറിൻ്റെ ലഞ്ച് എടുക്കാം. അവന് പാത്രത്തിൽ നൂഡിൽസ് ഉണ്ടാക്കുന്ന ദിവസം ചോറ് കൊടുത്തു വിട്ടാൽ തിരിച്ച് വൈകുന്നേരം വരുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് വാലൻ്റെ അടുത്തും ഒക്കെ ചെണ്ടയിട്ട് മാറിയിരിക്കും കേട്ടോ. അതുകൊണ്ട് നൂഡിൽസാണ് കൊടുത്തു വിടുന്നത്. നൂഡിൽസും പാസ്തയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അതാ കൊടുത്തു വിടുന്നത്. ഒരു എക്സൈറ്റ്മെൻ്റ് അല്ലേ അവർക്കതൊക്കെ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ നൂഡിൽസ് ഒരു സൈഡിൽ, നഗറ്റ്സും ഫ്രഞ്ച് ഫ്രൈസും, പിന്നെ ഒരു ചെറിയ ടൊമാറ്റോ സോസിൻ്റെ സാഷയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അവൻ അവിടെ പോയിട്ട് പൊട്ടിച്ചെടുക്കട്ടെ എന്ന് കരുതിയിട്ട്. നിലു എടുത്തുകൊണ്ട് നടന്ന് ഈ ഒരു ലഞ്ച് ബോക്സിൻ്റെ സ്പൂണും ഫോർക്കും ഒന്നും കാണുന്നില്ല. ഞാൻ എക്സ്ട്രാ കുറച്ച് സ്പൂണും ഫോക്കും ഒക്കെ ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ളത് അവിടെ ഇവിടെയും കാണുന്നതൊക്കെ മേടിച്ചതും പിന്നെ ഡാരലിൻ്റെയും ഡെല്ലയുടെയൊക്കെ പഴയതും ഒക്കെ ആയിട്ട് ഒരു കപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഞാനൊരു വുഡൻ ഫോർക്ക് എടുത്ത് വെച്ചു. അവൻ്റെ കിറ്റിൽ അവൻ്റെ ലഞ്ചും ലഞ്ച് ടവലും സ്നാക്സ് ബോക്സും വെച്ചു.
എൻ്റെ ലഞ്ച് ഞാനിപ്പോൾ എടുത്ത് വെക്കുന്നത് അവൻ്റെ പഴയ ലഞ്ച് കിറ്റിലാണ്. നിങ്ങൾ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും, അവൻ്റെ പഴയ സ്പൈഡർമാൻ ലഞ്ച് കിറ്റിലാണ് ഞാൻ എൻ്റെ ലഞ്ച് എടുത്ത് വെച്ചത്. അങ്ങനെ 2 കിറ്റും ഒക്കെ കൊണ്ടുപോയി ഞാൻ വെച്ചു. വാട്ടർ ബോട്ടിൽ തപ്പി എടുക്കേണ്ടിയിരിക്കുന്നു, അവൻ്റെ ബാഗിൻ്റെ അകത്തായിരിക്കും മിക്കവാറും കിടക്കുന്നത്. എൻ്റേത് പിന്നെ സ്കൂട്ടിയുടെ ഫ്രണ്ടിലെ പോക്കറ്റിൽ കാണും. ലഞ്ചിനുള്ള ഐറ്റംസ് എല്ലാം ഇപ്പുറത്തെടുത്ത് വെച്ച് അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ എടുത്ത് നിറച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഇതേ അപ്പൻ മോനെ എണീപ്പിച്ച് 2 പേരും ബ്രഷൊക്കെ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും അവിടെ സെർവ്ഡ് ആണ്. ഇനി ഞാനും ഇരുന്ന് കഴിച്ചാൽ മതി. ഇന്ന് കുക്കു സാറിന് പോയം 4 ലൈൻ പറഞ്ഞു കേൾപ്പിക്കണം കേട്ടോ. ഞങ്ങൾ ഇന്നലെ പഠിച്ചിരുന്നു, അപ്പോൾ അത് ഞങ്ങൾ ഇതിൻ്റെ ഇടയിലൊന്ന് പാടി ഒന്ന് റിവിഷൻ ചെയ്യുന്നുണ്ട്. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലമ്മിഞ്ഞ പാലോടൊപ്പം അമ്മ എന്നുള്ള 2 അക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. അവൻ്റെ സമ്മേളനവും പിഞ്ചിടവും ഒക്കെ കേട്ടിട്ട് ആലനും ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. കവിത ഏതാണെന്ന് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്തേക്കും. അതിനിടയിൽ കണ്ണമ്മ വന്നു കേട്ടോ. അവൻ ഇന്ന് ചെന്നൈയിലേക്ക് പോവുകയാണ്. അവൻ്റെ എക്സാമിൻ്റെ എന്തോ സർട്ടിഫിക്കറ്റ്സോ എന്തൊക്കെയോ റെഡിയാക്കണം. അപ്പോൾ അതിന് ബാഗ് എടുക്കാൻ വന്നതാണ്. ഈ ബാഗിനെ കുറിച്ച് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ആലൻ മാംഗ്ലൂരിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മേടിച്ച ബാഗാണ്. നല്ല യോഗമുള്ള ബാഗാണ്. നമ്മൾ വീട്ടിൽ കുത്തിയിരിക്കുകയാണെങ്കിലും ബാഗ് എപ്പോഴും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. കണ്ണനോ ലൂയിസോ ആലൻ്റെ കസിനോ അല്ലെങ്കിൽ ഞങ്ങളോ ഇങ്ങനെ മാറി അതിങ്ങനെ പുറത്ത് പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും റിവിഷനും ഒക്കെ കഴിഞ്ഞ് സൺസ്ക്രീനൊക്കെ ഇട്ട്, വെയിലൊന്നും ഇല്ല എന്നാലും അതൊരു ശീലമായിപ്പോയി, സൺസ്ക്രീനൊക്കെ ഇട്ട് ഞങ്ങളത് സ്കൂളിലേക്ക് ഇറങ്ങുവാണ്. ഇന്നിപ്പോൾ ഞാൻ നിങ്ങളെ സ്കൂളിലേക്കും കൂടെ കൊണ്ടുപോകാം കേട്ടോ. കമോൺ. അപ്പോൾ LKGക്കും UKGക്കും കിൻഡർ ഗാർഡനും ഫസ്റ്റ് സ്റ്റാൻഡേർഡിനും സെക്കൻഡ് സ്റ്റാൻഡേർഡിനും കളറിംഗ് ആണ് കോമ്പറ്റീഷൻ. എൻവയോൺമെൻറ്റൽ ഡേയുടെ തീമിനെ ബേസ് ചെയ്ത് ഓരോ പിക്ചേഴ്സ് ക്ലാസ് വൈസ് സെറ്റ് ചെയ്ത് ഞാൻ ഇന്നലെ തന്നെ പെൻഡ്രൈവിലാക്കി ഡാഡ എടുത്ത് കൊടുത്തിരുന്നു. ഡാഡ അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് കോപ്പിയൊക്കെ എടുത്ത് റെഡിയാക്കി രാവിലെ ഞങ്ങൾ അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഒരാൾക്ക് ഒരു ഫുൾ ഷീറ്റ് അല്ല കൊടുക്കുന്നത്, നമ്മളൊരു ഹാഫ് ഷീറ്റാണ് കൊടുക്കുന്നത്. അതൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ ഓരോ ക്ലാസ്സിനും കളറിങ് ഷീറ്റ്സ് കൊണ്ട് കൊടുക്കുവാണ്. 3rd-നും 4th-നും പോസ്റ്റർ കോമ്പറ്റീഷനാണ്. അതിന് അവരോട് ഒരു ഹാഫ് വൈറ്റ് ചാർട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. കുക്കു സാറ് ഞാനും കൂടി ഇന്നലെ ഇരുന്ന് തീമൊക്കെ നോക്കിയായിരുന്നു. ബീച്ച് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആയിരുന്നു ഈ വർഷത്തെ എൻവയോൺമെൻറ്റൽ ഡേയുടെ തീം. അതനുസരിച്ച് ഒരു പടം വരയ്ക്കണം എന്നൊക്കെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവനോട് മാത്രമല്ല, പോസ്റ്റർ കോമ്പറ്റീഷന് വരുന്ന എല്ലാവരോടും ഞാൻ പറഞ്ഞു. ക്ലാസ്സിലും പോയി പറഞ്ഞതാണ്, ടീച്ചേഴ്സും പറഞ്ഞതാണ്. ബീച്ച് പ്ലാസ്റ്റിക് പൊല്യൂഷനാണ് തീം, അതനുസരിച്ച് വരയ്ക്കണം എന്ന്. പക്ഷേ മിക്കവരും സേവ് എർത്ത് സേവ് വാട്ടർ അതാണ് ചെയ്യുക. എൻവയോൺമെൻറ്റൽ ഡേ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇവരുടെ മൈൻഡിൽ വരുന്നൊരു പിക്ചറുണ്ട്, ഒരു 2 കൈയും ഒരു വേൾഡും. ഞാൻ ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഒരു 2-3 വർഷമായിട്ട് ഞാൻ സ്ഥിരം കാണുന്നതാണ് ആ ഒരു പോസ്റ്റർ. രാവിലെ നമുക്ക് അസംബ്ലി ഉണ്ടായിരുന്നു. ആ ഒരു സമയത്തും ഞാൻ എല്ലാവരോടും പറഞ്ഞു ഇതാണ് തീം, അതിനെ ബേസ് ചെയ്തിട്ട് വേണം ചെയ്യാനെന്നൊക്കെ. എന്നിട്ട് മിക്കവരും ആ ഒരു തീമോ അല്ലെങ്കിൽ ആ പ്ലാസ്റ്റിക് എന്നൊരു വേർഡ് പോലും ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. അങ്ങനെ അവരുടെ പോസ്റ്റർ കോമ്പറ്റീഷനൊക്കെ നടക്കുവാണ്. കുക്കു സാറിന് പോസ്റ്റർ കോമ്പറ്റീഷന് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. കുക്കുവും വേറൊരാളും മാത്രമേ പ്ലാസ്റ്റിക് എന്നുള്ളൊരു സബ്ജക്റ്റിനെ ആ ഒരു തീമിനെ ബേസ് ചെയ്തിട്ടുള്ള പോസ്റ്റർ വരച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഗൈഡ് ലൈൻസ് പ്രത്യേകം കൊടുത്തതുകൊണ്ട് തന്നെ അങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റും. പിന്നെ ജഡ്ജ്മെൻറ്റ്സ് ഒന്നും പേര് വെച്ചിട്ടല്ല കേട്ടോ. ഈ ഒരു ചാർട്ട് പീസിൽ ടീച്ചേഴ്സ് അതിൻ്റെ ബാക്കിൽ ക്ലാസ് ടീച്ചേഴ്സ് അവർക്ക് ഇഷ്ടമുള്ളൊരു നമ്പർ ഇടും. അതായത് 3rd സ്റ്റാൻഡേർഡ് ആണെങ്കിൽ 301, 302 അങ്ങനെ, 4th സ്റ്റാൻഡേർഡ് ആണെങ്കിൽ 401, 402 അങ്ങനെയൊക്കെ. ഏത് നമ്പർ ആർക്കാണെന്നുള്ളത് അവർ മാത്രമാണ് എഴുതി സൂക്ഷിക്കുന്നത്. ജഡ്ജസിന് ഈ പോസ്റ്റർ നമ്മൾ ഇങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്, വിത്തൗട്ട് എ നെയിം. അപ്പോൾ നദാനും ജുവാനയും ആയിരുന്നു വിന്നേഴ്സ്. അപ്പോൾ വിജയികളുടെ പിക്കോട് കൂടി ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുവാണ്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.